നമുക്കൊപ്പം റഡ്സൺ എന്ന് പറയുന്ന തൃശ്ശൂർ സ്വദേശി കൂടി ചേരുകയാണ്. റഡ്സൺ ഒരു ലോറി ഡ്രൈവറാണ്. അപകടം നടന്ന ആ പാത വഴി, അതായത് പ്രധാനപ്പെട്ട ഈ കൊങ്കണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാത വഴി പോകുന്ന കന്യാകുമാരി പൻവേൽ റൂട്ടിലൂടെ സ്ഥിരമായി പോകുന്ന ഒരു ലോറി ഡ്രൈവറാണ് റഡ്സൺ. കേൾക്കാമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പാതയിലാണ് ഈ വിധത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. 104 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഒരു സഹോദരൻ ആ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുള്ളത്. ഈ പാതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ഈ അപകടത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എന്ന് നേരത്തെ സംസാരിച്ചിട്ടുള്ള ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ആ പാതയുടെ ഒരു പ്രത്യേകത എന്താണ് റഡ്സൺ? അത് മാത്രല്ല, ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയാ, നമ്മളവിടെ ഒരിക്കലും കിടന്നുറങ്ങാറില്ല. ഞങ്ങൾ അവിടെ പോയാലും നമ്മളവിടെ ഒരിക്കലും കിടന്നുറങ്ങാറില്ല, നമ്മൾ വിശ്രമിക്കാറില്ല. അവിടെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ, അതായത് പിന്നെ ബാത്റൂമിന് പോവുക, ഒന്ന് കുളിക്കുക, ഡ്രസ്സ് അലക്കുക, അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഭക്ഷണം കഴിച്ച് പോവുക. അല്ലാണ്ട് നമ്മൾ അവിടെ കിടക്കണ ഒരു പ്രശ്നം ഞങ്ങൾ അവിടെ വരാറില്ല. ഇതില് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാലേ, ആള് ഈ വണ്ടിയിലുണ്ടോ എന്നുള്ളത് നമുക്കൊരു ഉറപ്പല്ല അവിടെ. അതായത് ഞങ്ങളിപ്പോ അവിടെ മറ്റേ ഈ ഹോട്ടലിൽ ഇരുന്നിട്ടുള്ള എന്റെ കൂടെ ചിലപ്പോ ആള് കൂടി പോയിണ്ടാവുന്നതാണ് എന്റെ ഒക്കെ ഒരു നിഗമനം. എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ കിടന്നുറങ്ങില്ല എന്ന് പറയുന്നത് അവിടെ കളവുള്ള സ്ഥലമാണ് ഈ സ്ഥലം. അതെ, ഹലോ, പറയൂ കേൾക്കുന്നുണ്ട്. അതെ, ഇവിടെ കളവുള്ള സ്ഥലമാണ്. നമ്മളധികം വണ്ടി അധികം നേരം അവിടെ നിർത്തി കിടന്നുറങ്ങണ പരിപാടിയില്ലാന്ന്. ഞങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ അവിടുന്ന് പോവുക, അത്രയ്ക്കുള്ളൂ. പക്ഷെ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഉള്ളിൽ ആളുണ്ടെന്നുള്ളത് ഒരു യാതൊരു ഉറപ്പുള്ള കേസല്ല. അല്ല, ഈ സിഗ്നലിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തുന്നത്. ഞങ്ങളിവിടെ കളവുള്ള കാരണം ഞങ്ങൾ മൊബൈൽ പെട്ടിയിലുള്ള വെച്ച് പൂട്ടിയിട്ടാണ് ഞങ്ങൾ കുളിക്കാൻ പോവുക ഇതിന്റെ അകത്തേക്ക്, അപ്പൊ കുളത്തിലേക്ക്, മറ്റേ പുഴയിലേക്ക്. അപ്പൊ ഈ ഇതിന്റെ പെട്ടിയുടെ ഉള്ളിൽ നിന്നായിരിക്കും ഇതൊരു വെറുതെ ഇതിന്റെ സൗണ്ട് വരണത്. അല്ലാണ്ട് എനിക്ക് സംശയമില്ല അവൻ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ അവന് സംസാരിക്കാലോ, കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ സംസാരിക്കാലോ, ഫോൺ ബെല്ലടിച്ചാൽ സംസാരിക്കാലോ. അത് നമ്മുടെ ഒരു നിഗമനം അല്ലെങ്കിൽ നമ്മുടെ ഒരു വിലയിരുത്തലോ ആയിരിക്കാം. പക്ഷെ ഏതായാലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ ഞാൻ പറയണത് എന്താ പറയാ, വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഞങ്ങളിപ്പോ ഡ്രൈവർമാരെ എങ്ങനെയാന്ന് വിചാരിച്ചാൽ, കുളി കഴിഞ്ഞ് വന്ന് തിരി കത്തിച്ച് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് അടുത്തുള്ള ചായ കടയിൽ നിന്ന് ചായ കുടിച്ച് അപ്പൊ തന്നെ ഇറങ്ങണ്. അപ്പൊ നമ്മള് എന്റെ ഒരു നിഗമനമാണ് കേട്ടോ, ഞങ്ങൾ ചെയ്യാറുള്ള ഒരു ഇതാണ് പറയണത്. സ്ഥിരമായി ചായ കുടിക്കാറുള്ള ഭാഗമാണ്. അവിടെ ഒരു ധാബ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. സ്ഥിരമായി അവിടെ ഇറങ്ങി ചായ കുടിക്കാറുണ്ടായിരുന്നോ? നമ്മൾ ചായ കുടിക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പൊ ഞാൻ പറയണമെന്നില്ലേ, നമ്മൾ ഈ ചായ കടയിൽ ഇരുന്നിട്ടുള്ള സമയത്താണ് നമ്മള് അവരുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, വിഷമിപ്പിക്കാൻ പറ്റില്ല. അതായത് ചായ കടയിൽ നിന്ന് ഒറ്റ അടിക്ക് പോണതിന്റെ കൂടെ ചിലപ്പോ അതിന്റെ ഉള്ളിൽ ഇരുന്ന് പറഞ്ഞവരെല്ലാവരും കൂടി പോയിണ്ടാവും. നമുക്ക് എന്തായാലും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. റഡ്സൺ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ആ വണ്ടി ഓണായി. അത് വോളണ്ടറി ഓണാക്കണമല്ലോ, അത് അല്ലാതെ എഞ്ചിൻ ഓണാവില്ല. എഞ്ചിൻ ഓണായപ്പോഴാണ് അവിടെ നിന്ന് സിഗ്നൽ ലഭിച്ചതായി ബെൻസ് കമ്പനിയിൽ നിന്ന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കുന്നത്. അതിനുശേഷം അർജുന്റെ ഫോൺ റിംഗ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് നമുക്ക് മുമ്പിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്. പെട്ടിയിലുള്ളിലായിരിക്കും നമുക്ക് അവിടെ റേഞ്ചില്ലാത്ത പെട്ടിയിലുള്ള പൂട്ടിയിട്ടാണ് നമുക്ക് കുളിക്കാൻ പോവുക. പക്ഷെ അപ്പോൾ എഞ്ചിൻ ഓണാവില്ലല്ലോ. പക്ഷെ അതാണ് ഒരു സംശയം വരുന്നത്, എന്താന്ന് അങ്ങനെ വരണേന്നുള്ളതാണ്. ആ ഓണായ കേസ് മാത്രമാണ് ഒരു ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നത്. റഡ്സൺ, ഈ പ്രേക്ഷകരുടെ അറിവിലേക്കായി, ഇത് ഒരു റിമോട്ട് ആയിട്ടുള്ള ഏരിയ ആണ് എന്നുള്ളത് ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. മാപ്പ് ഉൾപ്പെടെ അത് കാണിക്കുന്നുണ്ട്. എത്ര ദൂരമാണ് പ്രധാനപ്പെട്ട ടൗണിലേക്ക് ഉൾപ്പെടെ ഉള്ളത്? ഗോവയിലേക്ക് എത്രത്തോളം ദൂരമുണ്ട്? മംഗലാപുരത്തേക്ക് എത്രത്തോളം ദൂരമുണ്ട്? ഈ യാത്രാ മധ്യയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആ റൂട്ടിനെ പറ്റി ഒന്ന് പറയാമോ റഡ്സൺ? അതായത് നമുക്ക് ഇവിടെ ഈ ഹൈവേ ഈ വഴിയായി കാരണം ഇവിടെ ജനങ്ങൾ അധികം ഇല്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ അവിടെ കളവുള്ള സ്ഥലമായി കാരണം നമ്മളവിടെ കിടക്കാറില്ല, നമ്മളെ റണ്ണിങ് ചെയ്ത് പോവുള്ളൂ. ഈ ഒരു സ്ഥലത്ത് നിന്ന് കാലത്തേറ്റ് വന്നിട്ടുള്ള സമയം മാത്രമാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വെള്ളം കുടിക്കാനായിട്ട് എടുക്കും. അത് അത്രമാത്രം നമ്മളിവിടെ നിർത്താറുള്ളൂ ആവശ്യത്തിന്. അല്ലാണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ അതുവഴിയുള്ള യാത്ര എത്രത്തോളം ദുഷ്കരമാണ്. കാരണം ഇത് അവിടെ ചായ കുടിക്കാൻ നിർത്തിയ സമയത്തായിരിക്കാം ഒരുപക്ഷെ ഈ അപകടം ഉണ്ടായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഒരു ഭൂമിയുടെ കിടപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടനയൊക്കെ തന്നെ ഈ അപകടത്തിന് അതല്ലെങ്കിൽ ഇതിന്റെ ഒരു വ്യാപ്തി അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതുമാണ്. ഒരു ഭാഗത്ത് പുഴയുമാണ്. അതെ, നമ്മുടെ അവിടുത്തെ വണ്ടിക്കാരെന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയാളികളായിട്ടുള്ള വണ്ടിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് സംസ്ഥാനത്ത് പോയാലും എവിടെ പോയാലും ഒരു ലെവലിക്ക വണ്ടി ഓടിക്കുള്ളൂ. ഒരു ഹിന്ദിക്കാരനാ അല്ലെങ്കിൽ ഒരു മറ്റുള്ള കർണാടകക്കാരനാണെങ്കിൽ അവന്റെ നാട്ടിൽ ഓടിക്കണ പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഓടിക്കുന്നത്. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഏത് നാട്ടിൽ പോയാലും നമ്മള് വളരെ കറക്റ്റ് ആയിട്ടായിരിക്കും ഓടിക്കുക നമ്മുടെ വണ്ടിക്കാര്.
ഒന്ന് രണ്ടാൾക്കാരുണ്ടാവും വേറെ പല രീതിയിൽ ഓടിക്കുന്നത്. പക്ഷെ എന്റെ ഒരു അറിവില് ഞങ്ങളൊക്കെ എല്ലാവരും ഒരു ലെവലിൽ കറക്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു പോകുന്ന ആൾക്കാരാണ്. റിറ്റ്സൺ പൊതുവിൽ എവിടെ നിന്നാണ് ഈ ലോഡ് എടുക്കാറുള്ളത്? റിറ്റ്സൺ എന്ത് തരത്തിലുള്ള ലോഡാണ് കൈകാര്യം ചെയ്യാറുള്ളത്? അപ്പോൾ അതുവഴി വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടക്കുമ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ടൗൺ ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. റിറ്റ്സൺ അവിടെ പരിചിതമായ ഒരു സ്ഥലമാണല്ലോ. അപ്പൊ ഇത് മറ്റേ തന്നെ കാർവാറാണ് നമ്മളൊക്കെ ഏറ്റവും അടുത്തേക്ക് അവിടുന്ന് ഏറ്റവും അടുത്ത് ചെല്ലാറുള്ള സ്ഥലം. ഓക്കെ, ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, മണ്ണിങ്ങനെ ഇന്നലെയും മണ്ണ് ഒരു ഭാഗം ഇങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രക്ഷാപ്രവർത്തകർക്കും ഈ അർജുന്റെ ബന്ധുക്കൾക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഈ JCB ഒന്നും കൂടുതൽ എത്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല. പക്ഷേ കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിക്കുക, ഒരു രക്ഷാപ്രവർത്തനം നടത്തുക സാധ്യമാണോ? അതിന് കഴിയുന്ന ഒരു സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ടോ? ഗവൺമെന്റ് സംവിധാനങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ജനങ്ങളൊക്കെ അവിടെ എത്താനുള്ള ഒരു സാധ്യതയുള്ള ഒരു ഏരിയ അല്ല എന്ന് തോന്നുന്നു, അല്ലേ? അല്ല, ആൾക്കാർക്ക് എത്തിപ്പെടാം. പക്ഷെ അതല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടുപോയാൽ നമുക്ക് യാതൊരു വിലയില്ല. അതാണ് അവിടുത്തെ ഏറ്റവും അവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത. ഇപ്പൊ എന്റെ അപ്പനൊക്കെ വണ്ടി ആക്സിഡന്റ് ആയിട്ടുള്ളതാ, മറ്റേ ഇവിടെ വെച്ചിട്ട് എന്താ പറയാ എല്ലാപൂരും വെച്ചിട്ട്. എന്റെ അപ്പനൊക്കെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് എന്റെ അപ്പനെ രക്ഷിക്കാനല്ല ആൾക്കാർ നോക്കാം, നമ്മുടെ വണ്ടിയിലത്തെ വെളിച്ചെണ്ണ എടുത്തുകൊണ്ടുപോല അവിടുത്തെ ആൾക്കാർ. അത്രയും പോലും നമ്മളൊരാളെ അപകടത്തിൽ പെട്ടെന്ന് നമ്മളെ രക്ഷിക്കാൻ ആരും നോക്കില്ല. നമ്മുടെ തലയിൽ ഒരു കമ്പി എടുത്ത് അടിച്ച് നമ്മളെ ബോധം കെടുത്താനേ നോക്കുള്ളൂ. അത്രയും പോലും നമുക്ക് വേണ്ടിയിട്ട് മലയാളികളുടെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മുടെ കയ്യിലത്തെ കാശും എല്ലാ സാധനങ്ങളും എടുത്ത് കൊണ്ടുപോയി. അതൊരു കളവാണ്, ഭയങ്കര കളവാണ് അവിടേക്ക്. അതൊരു പ്രത്യേക സ്ഥലങ്ങളാണ്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വന്നാലും നമ്മളോട് പറയാ, ഒന്നും നമ്മളിവിടെ കേസും തരണ്ട, നിങ്ങൾ പൊക്കോ. പ്രധാനപ്പെട്ട കാര്യമാണ് റിറ്റ്സൺ, അവിടുത്തെ ഈ പോലീസുകാരുടെ ഒരു മനോഭാവം എന്താണ്? ചോദിക്കാൻ കാരണം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടാകുന്നുണ്ട്. അവരവിടെ എത്തിയിട്ടുള്ള ഈ അർജുന്റെ ലോറി ഉടമയെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ള അവിടുത്തെ പോലീസിന്റെ ഒരു മനോഭാവം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് റിറ്റ്സൺ? അതിങ്ങനെ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പേരിൽ കറക്റ്റ് ആണെങ്കിലും ഇതിപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വണ്ടി അവിടെ വെച്ചിട്ട് ആക്സിഡന്റ് ആയി. അവിടെ ഓടിച്ചോർന്ന വണ്ടിക്കാരനാണ് നേരിട്ട് കൊണ്ടു ഇടിച്ചത്. പക്ഷെ നമ്മുടെ 20,000 മേടിച്ചിട്ട് അവർ നമ്മളോട് പൊക്കളാനാ പറയണേ. മനസ്സിലായ? നമുക്ക് യാതൊരു വിലയില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും കാര്യമില്ല, പോലീസുകാരൊക്കെ അവരെ കൂടെ ആയിരിക്കും. നമ്മുടെ അടുത്തൊന്നും നമുക്കൊരു പട്ടീരെ വില പോലും കണക്ക് കൂട്ടില്ലേ അവിടുത്തെ ആൾക്കാർ, പോലീസുകാർ. അതങ്ങനെയാണ്, അവരുടെ ഒരു പ്രത്യേകതയാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ നിന്നാൽ നമ്മള് ജയിലിൽ എടുക്കും. അവിടുത്തെ അവരൊരു പ്രത്യേകത അങ്ങനെയാണ്. തരാ ഒരു കാര്യമില്ല, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കാശ് കിട്ടിയാൽ മതി. ഇതിലിപ്പോൾ ഒരു സംശയമുള്ളത് റിറ്റ്സൺ, ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ടോ എന്നത് ഈ എൻജിൻ ഓണായതും അതിൻ്റെ GPS സിഗ്നലൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു നിഗമനമാണുള്ളത്. മറുഭാഗത്ത് പുഴയായതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയം ഉന്നയിക്കുന്നുണ്ട്. പുഴയിൽ ഉൾപ്പെടെ ഇന്നലെ നേവി തെരച്ചിൽ നടത്തിയപ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ റഡാർ സംവിധാനം ഒക്കെ ഉപയോഗിച്ച് അവിടെയും തെരച്ചിൽ നടത്തുന്നുണ്ട്. അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? ഇത് അതിന്റെ പ്രായോഗിക കാര്യങ്ങൾ നമുക്കറിയില്ല. ഈ സിഗ്നലിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് അറിയില്ല. പക്ഷെ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് എന്താ പറയാ, അവരുടെ കുടുംബത്തിന് ഒരു വിഷമം വരും. അതാണ് ഒരു ഭൂമിശാസ്ത്രത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത്. നമ്മളിപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ്. വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. അദ്ദേഹം പറയുന്നത് നമ്മളിപ്പോ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പറയുന്ന കാരണമാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുളി കഴിഞ്ഞ് വന്ന് വണ്ടി തിരികെ എത്തിച്ച് പ്രാർത്ഥിച്ച് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് ചായ കടയിലേക്ക് ഇറങ്ങി പോയി ആ ചായ കുടിച്ച് വന്നിട്ടാണ് പിന്നെ വണ്ടി എടുത്ത് പോവുക ഒറ്റയടിക്ക്. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. റഡ്സൺ, വളരെയധികം നന്ദി. കൂടുതൽ താങ്കൾക്ക് എന്തെങ്കിലും അവിടെ നിന്നും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം താങ്കൾക്ക് പരിചിതമായൊരു സ്ഥലമാണല്ലോ. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നത് തന്നെയാണ്. ഈ റഡ്സൺ പറയുന്നത് അനുസരിച്ച് അവിടെ ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അവിടുത്തെ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി റഡ്സൺ പറയുന്നത് വർഷങ്ങളായി പരിചിതനായിട്ടുള്ള റൂട്ട് പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് റഡ്സൺ. അതിൽ ഈ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ അലംഭാവം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മോഷണം സ്ഥിരമായി നടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അധികം കിടന്നുറങ്ങാറില്ല എന്ന് തന്നെ റഡ്സൺ പറയുന്നത്. ഒരുപക്ഷെ അർജുനും അത്തരം കാര്യങ്ങൾ അറിയേണ്ടതാണ്. 8 വർഷമായി ഈ മേഖലയിലുള്ള ഒരു വ്യക്തിയാണ് അർജുൻ. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ സിഗ്നൽ ലഭിച്ചു, ഒപ്പം തന്നെ ഫോൺ ഓണായി എന്നുള്ളതാണ്. അർജുൻ അവിടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന് ഈ തിരച്ചിൽ ഉൾപ്പെടെ നടത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. രണ്ടാമതായി ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അർജുൻ പുറത്തായിരുന്നെങ്കിൽ
നദിയിൽ ഉൾപ്പെടെ അർജുനെ കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ജില്ലാ ഭരണകൂടം, അതായത് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന കളക്ടർ വീണ്ടും കത്തയച്ചിട്ടുണ്ടെന്ന് പറയുന്നു കോസ്റ്റ് ഗാർഡിന്. അത് ഇങ്ങനെ ഒരു സാധ്യതയുടെ അടിസ്ഥാനത്തിലാണോ എന്ന സംശയം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. പക്ഷേ ഈ നേവി ഇന്നലെ തെരച്ചിൽ പുഴയിലൊക്കെ തന്നെയും തെരച്ചിൽ നടത്തിയതാണ്. അവരുടെ സംവിധാനമൊക്കെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിട്ടും അത്തരത്തിലൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നില്ല. ലോറി അവിടെ ഇല്ല എന്ന് ഉറപ്പിക്കുന്നു. ഇനി അർജുൻ ഉണ്ടോ എന്നത് കണ്ടെത്താനുള്ള തെരച്ചിലാണ് ഇനി നടത്തുകയും ചെയ്യേണ്ടത്. ഈ പറഞ്ഞതുപോലെ റെഡ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ അവിടെ മറ്റ് സാമൂഹിക സാഹചര്യം ഒന്നും തന്നെ ശരിയല്ല. പക്ഷേ ഈ ജോഗ്രഫി വെച്ചുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഏറെ മണ്ണിടിച്ചിലൊക്കെ മഴയുള്ള സമയത്തൊക്കെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. ബിനിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് മിനിഞ്ഞാന്ന് മൊബൈൽ റിങ് ചെയ്തു, അതിനുശേഷം അത് ഓഫായി എന്നുള്ളതാണ്. ഒപ്പം ഈ എൻജിൻ ഓണായി ഓഫായി എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അത് ഒരാൾ ചെയ്യാതെ അതെന്തായാലും സംഭവിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ വാഹനത്തിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകണം. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ്, തെരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. HD കുമാരസ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നു. 2 ദിവസം കാത്തിരിക്കൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞെന്നാണ് നമ്മുടെ പ്രതിനിധി അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഒരു നിമിഷം പോലും നമുക്ക് കാത്തിരിക്കുക സാധ്യമല്ല. അർജുൻ്റെ കുടുംബം പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനം നിർത്തരുത്, ഇടതടവില്ലാതെ അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനകൾ ആവശ്യമാണ്.